പൂവിടാനൊക്കെ ഇഷ്ടമാണ്. പക്ഷെ പിറ്റേ ദിവസം ഇതുപോലെ പൂക്കളത്തിൽ നിന്ന് പൂ മാറ്റി വീണ്ടും പൂവിടാൻ സമയത്ത് ചെറിയൊരു ടാസ്ക്കാണ്. ഇതുപോലെ ഒട്ടിച്ച് വെച്ചേക്കണ ഇലകളൊക്കെ ഇടല്ലോ, അത് പറക്കിയെടുക്കാൻ ഭയങ്കര പാടാണ് കേട്ടോ. കാച്ചിക്കുണ്ടാണ് തേരപ്പാര ഓടി നടക്കുന്നത്. അവന് ചാണാൻ എടുക്കുന്നത് ഇഷ്ടമല്ല കേട്ടോ. ചാണാൻ എടുത്ത് നമ്മൾ ഇതുപോലെ മെഴുകണ കാണുമ്പോൾ കാച്ചിക്കുണ്ട് ഇഷ്ടമല്ല. പണ്ടൊക്കെ ആളുകൾ തറ മെഴുകിക്കൊണ്ടിരുന്നത് ചാണകം വെച്ചാണെന്നുള്ള കേട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ. ഇപ്പോഴും അങ്ങനെ ചാണകം വെച്ചിട്ട് തറ മെഴുകുന്ന വീടുകളും ഉണ്ട് കേട്ടോ. കാച്ചിക്കൊണ്ട് അങ്ങനെ കുളിപ്പിക്കാൻ വേണ്ടി കുളി കഴിഞ്ഞ് വന്നപ്പോൾ ചെറുക്കൻ തുണിയൂരി കാണിക്കാൻ ശ്രമിച്ചു ഗൈസ്. അപ്പം തന്നെ ഞാൻ അകത്തേക്ക് എടുത്തുണ്ട് കേട്ടോ. വിച്ചപ്പൻ അങ്ങനെ ഓഫീസിൽ പോയി അങ്ങനെ ഞങ്ങൾ പറിച്ച പൂവും കുണ്ടുന്ന പൂവൊക്കെ കൊണ്ടിത് ഇതുപോലെ അരിഞ്ഞരിഞ്ഞ് വെക്കണം കേട്ടോ. കാശിക്കൂടന് പൂ മണക്കണുണ്ട്. അതിനിടയ്ക്ക് ഓരോരോ പൂ എടുത്തിട്ട് മണത്ത് നോക്കിയിട്ട് ഹായ് നല്ല മണം എന്ന് പറഞ്ഞിട്ട് സൈഡിൽ ചാണകം ഇരിക്കുന്നുണ്ട്. അവൻ അതിൻ്റെ അടുത്തേക്ക് വന്നേ ഇല്ല കേട്ടോ. അങ്ങനെ പൂക്കളിടില്ല എന്ന് പറഞ്ഞ് വാശി പിടിച്ച് നിൽക്കുക. കാരണം ചാണകം മെഴുകിക്കൊണ്ട് നനവുള്ളതുകൊണ്ട് ഞാൻ ഇതിനകത്ത് തൊടൂല, എൻ്റെ കയ്യിൽ ചാണകം എന്ന് പറഞ്ഞിട്ടിരിക്കാം കേട്ടോ. കുറച്ച് വെന്തിപ്പ് എടുത്ത് മുകളിലിട്ടോ, അതാകുമ്പോൾ തൊട്ടില്ല എന്നുള്ള രീതിയിൽ ഇടാലോ. അങ്ങനെ നമ്മൾ ഓണപ്പൂക്കൾ ഇട്ട് കഴിഞ്ഞു. കാച്ചിക്കുട്ടൻ ബാക്കിയുള്ള പൂവൊക്കെ ഇട്ട് നേരെ അംഗനവാടിയിലേക്ക് ഇട്ടോ. ഇതാണ് നമ്മുടെ ഓണപ്പൂക്കളം ഗൈസ്. ഇഷ്ടപ്പെട്ടോ ഇല്ലെന്നൊന്ന് പറയണേ. ടാറ്റ ബൈ.